നമ്മളങ്ങനെ മൈസൂർ നിന്ന് തമിഴ്നാട്ടിലെ കടലൂർ പോർട്ടിലേക്ക് പോവാണ്. മൈസൂർ കടലൂർ പോർട്ട് എക്സ്പ്രസ്സിൽ ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മൈസൂർ ജംഗ്ഷനിലാണ്. എൻ്റെ കൂടെ നമ്മുടെ സുഹൃത്തുക്കളായ ഗോഡ്വിനും ഉണ്ട്, അനന്തും ഉണ്ട്. അപ്പൊ അനന്ത് ഇപ്പൊ മൈസൂർ കാച്ചിക്കൂടെ കയറി പോവും. അപ്പൊ ഞാനും ഗോഡ്വിനും കൂടെ ആര് പറഞ്ഞു അതന്നെ ഇവിടെ ഞാൻ പോവും. അപ്പോൾ ഞാനും അവനും കൂടെ കടലൂർ പോർട്ടിന് കയറി സ്ലീപ്പറിന് കയറി ബാംഗ്ലൂർ പോകും. എൻ്റെ ടിക്കറ്റ് AC-ലാണ്, 3rd AC-ലാണ്. എന്നിട്ട് ബാംഗ്ലൂർ ഞാൻ 3rd AC-ക്ക് കയറും. പോരെ, അവന് കമ്പനി എടുക്കാൻ വേണ്ടിയാണ് സ്ലീപ്പറിലാണ് കയറുന്നത്. ഒറ്റയ്ക്ക് പോകാൻ പേടിയായിരുന്നു പാവം. മൈസൂരു ചെന്നൈ ശതാബ്ദി എക്സ്പ്രസ് ഇവിടെ നിന്നാണ് പുറപ്പെടുക കേട്ടോ. അപ്പം അതിൻ്റെ ഡിപ്പാർച്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ ഫുള്ള് ലെവിസ്റ്റ കോൾഡ് കോഫി തന്നെ ഒരു കോൾഡ് കോഫിയുടെ പരസ്യമാണല്ലോ മൊത്തം. കണ്ടോ, ഒരു കോച്ച് മാത്രം പരസ്യമില്ലാന്നുണ്ടോ, ബാക്കി എല്ലാം പരസ്യമാണ്. ഈ ശതാബ്ദി സദേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ചെന്നൈയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു റിട്ടേൺ പോകുന്നൊരു വണ്ടിയാണ് ഈ ഒരു മൈസൂരു ചെന്നൈ ശതാബ്ദി. നമ്മൾ കാച്ചിഗുഡയിൽ നിന്ന് വന്ന കാച്ചിഗുഡ മൈസൂരു എക്സ്പ്രസ്. ഇവിടെ നിന്ന് വിടുമ്പോൾ മൈസൂരു കാച്ചിഗുഡ ആണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ കടലൂർ പോർട്ട് എക്സ്പ്രസ് ഉണ്ടാക്കി കിടക്കുന്നതാണ്. അപ്പോൾ അനന്തു ബ്രോ ഈ വണ്ടിയിലാണ് പോകുന്നത്. നമ്മൾ കടലൂർ പോർട്ടിൽ നമ്മുടെ ഈ ട്രെയിനിൻ്റെ ബോഗിയുടെ അവിടെ ഷോക്ക് അബ്സോർബർ ഉണ്ടല്ലോ, അതായത് സ്പ്രിങ്, ആ സാധനം ഇവിടെ ഇവർ ഊരി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് സാധനം. കണ്ടോ, ഇത് എനിക്ക് തോന്നുന്നു ഏലും വണ്ടിക്ക് വന്നതോ എന്തോ സംഭവമാണ് ഇവിടെ. കണ്ട, അതിവിടെ ഊരി വെച്ചേക്കുക. ഊരി വെച്ചപ്പോൾ കണ്ടോ അതിൻ്റെ വലിപ്പം കണ്ടോ. അപ്പോൾ നമ്മുടെ അനന്തു ബ്രോ മൈസൂര് കാച്ചിക്കുടയ്ക്ക് പോവാണ്. കർണൂൽ വരെ. കർണൂൽ 1:15 വെളുപ്പിന് ഉറങ്ങിപ്പോയത് കേട്ടോ. ഉറങ്ങിപ്പോയാൽ രാവിലെ ഗുഡ് മോർണിംഗ് ഫ്രം കാച്ചിക്കുട ഇടേണ്ടി വരും. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഹാപ്പി ജേണി. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന കടലൂർ പോർട്ട് എക്സ്പ്രസിൻ്റെ റേക്ക് ഇതായിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് മൈസൂരു കടലൂർ പോർട്ട് എക്സ്പ്രസ്. നെയിം ബോർഡ് കാണിച്ചു തരാം. 16232 ആണ് ഇവിടെ നിന്ന് കടലൂർ പോർട്ടിലേക്ക് പോകുന്ന നമ്പർ. 16231 തിരിച്ച് CDO മൈസൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. അപ്പോൾ നമ്മുടെ കോച്ച് S10 ആണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കയറുന്ന കോച്ച് B2 ആണ്. ഇപ്പോൾ 2 ക്ലാസ്സിലൊക്കെ നമ്മൾ പോകുന്നത്. അഭിഷേക് ബ്രോ പറയായിരുന്നു ഇവിടുന്ന് മൈസൂർ ബാംഗ്ലൂർ റൂട്ടൊക്കെ ഈ വണ്ടി ഏത് വണ്ടിയായാലും സ്ലീപ്പർ മാതിരിയാണ്. എന്താവസ്ഥയെ തോക്കി. കാരണം ഇവിടെ ഭയങ്കര തിരക്കുള്ള റൂട്ടാണ് ഈ മൈസൂർ ബാംഗ്ലൂർ റൂട്ട്. റിസർവേഷൻ ഒന്നുമില്ല, എല്ലാവരും ഇങ്ങനെ എല്ലാ കോച്ചിലും കയറും. സാധാരണ മൈസൂരു കോച്ചിൻ്റെ ഇപ്പോഴൊക്കെ വണ്ടി അത്യാവശ്യം ക്ലീൻ ഉള്ളതാണ്. പക്ഷേ ഈ വണ്ടി ഒരുമാതിരി വൃത്തിയായിട്ട് വണ്ടി. ജനറലിൻ്റെ ഒക്കെ അവസ്ഥയുണ്ട്, നമുക്ക് ചെളി പിടിച്ച്. പക്ഷേ ഇത് റെഡ് കളറായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അറിയത്തില്ല. എന്നാലും അറിയും, വെട്ടമൊക്കെ അടിക്കുമ്പോൾ അറിയും. ഇതാ നമ്മുടെ കോച്ച്, ബെസ്റ്റ്. ജനറലിൽ തൊട്ടടുത്താണല്ലോ ബ്രോ. അടിപൊളി, നല്ല കോച്ച്. അപ്പം നമ്മുടെ വണ്ടിയുടെ ലോക്കോ ഉണ്ടോ, നല്ല ഫ്രഷ് ഒരു കൃഷ്ണരാജപുരം ഷെഡിൻ്റെ ഒരു WP7 ആണ്. പക്ഷെ ഫ്രഷാണെങ്കിൽ നമ്പർ നോക്കുക, നമ്പറൊക്കെ ഇളകിപ്പോയി. 37692 എന്നാണ് ഈ ഒരു ലോക്കോയുടെ നമ്പർ ഉണ്ടോ. ഡീസൽ ഷെഡ് കൃഷ്ണരാജപുരം. അപ്പോൾ കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു P7 ആണ് നമ്മളെ ഇവിടുന്ന് കടലൂർ പോർട്ട് വരെ എത്തിക്കുന്നത്. ഈ വണ്ടിക്ക് 2 ലോക്കോ റിവേഴ്സലുണ്ട്. ഈ വണ്ടി പോകുന്ന റൂട്ടൊക്കെ ഞാൻ പറയാം. ഇതിന് ഈറോഡും തിരുച്ചിറപ്പള്ളിയിലും രണ്ടിടത്ത് ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവും, ലോക്കോ റിവേഴ്സ് ആവും. ലോക്കോ നല്ല ഫ്രഷ് ആണ് കേട്ടോ. ഈ എനിക്ക് തോന്നുന്നു പുതിയ ലോക്കോ ആണ്, നല്ല ഫ്രഷ് പെയിൻ്റ് ആണ്. 37692 അതാണ് നമ്പർ. ശരിയാ പറഞ്ഞേ, ലോക്കോ ഫ്രഷ്. ട്രെയിനാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, പക്ക കൂതറ. നമ്മൾ കാച്ചിഗുഡ മൈസൂരിനെ പൊക്കി പറഞ്ഞെങ്കിലും അത് അതിന് ഓപ്പോസിറ്റ് ആണ് തരേണ്ടത് ഈ ഒരു വണ്ടി, കടലൂർ പോർട്ട്. പിന്നെ അകത്ത് എങ്ങനെ ഉണ്ടോ കയറി നോക്കുമ്പോൾ അറിയാം. ഈ ലോക്കോയുടെ താഴെ ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്, അതിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ ഉണ്ടാക്കിയ ബനാറസ് ലോക്കോമോട്ടീവ് വർക്സ് ഉണ്ടാക്കിയ വർഷവും മാസവും ഉണ്ട്, 2024 മാർച്ച്. കണ്ടോ, ഈ വണ്ടി രാവിലെ വരുന്ന തൂത്തുക്കുടി മൈസൂരു എക്സ്പ്രസിന്റെ റേക്കാണ് കടലൂർ പോർട്ട് എക്സ്പ്രസ് ആയിട്ട് പോകുന്നത്. ഇതിന്റെ വിൻഡോ പോലും തുടച്ചിട്ടില്ല, എന്തോ ചെളിയാന്ന് നോക്കി ഈ വണ്ടിയിൽ. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണുമ്പോൾ അത്ര അറിയുന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ശരിക്കും അറിയാം. ഇത് റെഡ് കളർ ആയതുകൊണ്ടേ എനിക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ എപ്പോഴും പറയും ഞാൻ നെഗറ്റീവ് പറയുകയാണ്, ഉള്ള കാര്യം നമ്മൾ പറയണ്ടേ, ഇല്ലാത്ത ഉണ്ടാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നെഗറ്റീവ് അല്ല, നമ്മുടെ റെയിൽവേ നന്നാണെന്ന് നമുക്കൊരു ആഗ്രഹമില്ലേ. ഇവർക്ക് ഈ വണ്ടിയൊക്കെ അഴീക്കുട്ടപ്പനാക്കി വിടുന്ന ഇപ്പം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ചില വണ്ടികളൊക്കെ നല്ല നീറ്റാണ്, ചില വണ്ടികളൊക്കെ ഭയങ്കര കച്ചറയാണ്. ഓക്കെ, AC കോച്ച് വരെ കണ്ടോ, എന്തുവാല്ലേ ഈ വിവേക് എക്സ്പ്രസിന്റെ AC കോച്ച് പോലെ ഉണ്ടോ. കണ്ടോ, അതും സെക്കൻഡ് AC യുടെ കോച്ചാ.
പുറത്തോടുള്ള വൃത്തി ചോദിക്കുക, ഗ്ലാസ് പോലും ഒന്നും ചെയ്തിട്ടില്ല, കഴുകിയിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു തൂത്തുക്കുടിയിൽ നിന്ന് വന്നിട്ട്. ഈ മൈസൂർ ബാംഗ്ലൂർ റൂട്ട് ഞാൻ പറഞ്ഞില്ല ഭയങ്കര തിരക്കുള്ള റൂട്ടാണ്. അപ്പോൾ ഈ ചില വണ്ടികളിലൊക്കെ ഇവർ ഒരു 3 ടയർ എടുത്തിട്ട് മൈസൂർ ബാംഗ്ലൂർ റൂട്ടിൽ അത് C1 അതായത് AC ചേർക്കാനായിട്ട് ഓടിക്കും. ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഈ ഒരു B4 കോച്ചാണ് ഇവിടെ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ റൂട്ടിലേക്ക് ഇവർ ഈ AC ചേർക്കാനായിട്ട് ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ മൈസൂറിൽ നിന്ന് ഈ B4 നമുക്ക് സീറ്റ് കിട്ടത്തില്ല, ബാംഗ്ലൂരിൽ നിന്ന് കിട്ടത്തുള്ളൂ. ഈ കോച്ചിൻ്റെ ഈ കോച്ചിൽ സീറ്റുകൾ അലോട്ട് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നായിരിക്കും. അപ്പോൾ B4 ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മൈസൂർ ബാംഗ്ലൂർ റൂട്ട് മാത്രമായിരിക്കും. പിന്നെ ബാംഗ്ലൂർ കഴിഞ്ഞിട്ടും ഇവിടെ നിന്ന് സീറ്റ് അലോട്ട് ചെയ്യും. ഞാനും ഗോഡ്വിനും കൂടെ ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോകുന്ന കോച്ചാണ് ഈ S10 കേട്ടോ. 15, 16 സൈഡ് ഓവർ സൈഡ് അപ്പറാണ്. ഞാൻ കറണ്ട് ബുക്കിംഗ് വഴി എടുത്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് കേട്ടോ. കോച്ചിനകം ഞാൻ ചേച്ചാ കോച്ചിനകം കുഴപ്പമില്ല കേട്ടോ. കോച്ചിനകം സീനില്ല ബ്രോ, അകം കുഴപ്പമില്ല, പുറത്താണ് സീൻ കണ്ടോ. പുറത്ത് ഭയങ്കര കച്ചറയാ. നിങ്ങൾ ഈ മൈസൂർ ബംഗളൂർ റൂട്ടിൽ സ്ലീപ്പർ എടുത്ത് ട്രാവൽ ചെയ്യുമ്പോൾ പെട്ടുപോകും. എസ്പെഷ്യലി വീക്കെൻഡ്സ്, അവധി ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളൊക്കെ. ഇപ്പോൾ വലിയ തിരക്കില്ല, ഇനി കുറച്ച് കഴിയുമ്പോൾ തിരക്ക് വരും. ഇത് ജനറൽ മാതിരിയാണ്. ഒന്നാമത് നമ്മുടെ സീറ്റ്, നമ്മുടെ കോച്ച് ജനറൽ തൊട്ടപ്പുറത്തെ കോച്ചാണ്. ഇതിൽ മൊത്തത്തിൽ 10 സ്ലീപ്പറായി കടലൂർ പോർട്ടിനുള്ളത്. അപ്പോൾ സ്ലീപ്പർ എടുത്തിട്ട് യാത്രയാണെങ്കിൽ നമ്മുടെ സീറ്റ് പറഞ്ഞാൽ അവൻ എണീറ്റ് തരും. പക്ഷേ അവിടെ ഇടുക്കിയപ്പം നമ്മൾ കണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ആൾ വന്നിരിക്കും. ഇവിടെ മൊത്തം ആൾക്കാരായിരിക്കും. ഒരെണ്ണം ഞാൻ മറ്റേ ഇവിടെ നിന്ന് മൈസൂർ തൂത്തുക്കുടി എക്സ്പ്രസ്സിന് കയറി ബാംഗ്ലൂർ പോയായിരുന്നു. ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്ന ആ ഒരു പോർഷൻ. അപ്പോൾ അതിനകത്ത് ഇതേപോലെ ഭയങ്കര തിരക്കാണ്. ഇപ്പം സമയം ആവുന്നേ ഉള്ളൂ, തിരക്ക് വരുമായിരിക്കും. തിരക്ക് വന്നില്ല ഭാഗ്യം എന്ന് പറയാം. നമ്മുടെ മൈസൂർ കടലൂർ പോർട്ട് എക്സ്പ്രസ് അങ്ങനെ ഇവിടെ നിന്ന് മൈസൂർ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. കടലൂർ പോർട്ടിലേക്കുള്ള യാത്ര കറക്റ്റ് 4:15 തന്നെ പുറപ്പെട്ടു. നമ്മളിനി അടുത്ത ദിവസം രാവിലെ 8:30 നമ്മൾ കടലൂർ പോർട്ട് എത്തുന്നത്. ഈ വണ്ടി ഇപ്പം പുറപ്പെട്ടത് ഈ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള മെയിൻ ട്രാക്കാണ്, മെയിൻ ലൈനാണ്. സാധാരണ സ്റ്റേഷൻസിലൊക്കെ ലൂപ്പ് ട്രാക്കൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് മെയിൻ ട്രാക്കാണ്. ഇത് നേരെ വിട്ട് പോയാൽ മതി, വേറെ ട്രാക്കിലോട്ടൊന്നും കയറേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വണ്ടി നല്ല സ്പീഡിലായിരിക്കും എടുക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എടുക്കുമ്പോൾ നോക്ക്, പ്ലാറ്റ്ഫോമിൽ എടുത്തോണ്ട് സ്പീഡ് കണ്ടോ എനിക്ക്. അതാ ഞാൻ പറഞ്ഞ മെയിൻ ട്രാക്കിലാണ് വണ്ടി കിടക്കുന്നത്. പുള്ളിയൊക്കെ കൈ കൊടുത്തൊക്കെ പോകത്തേ ഉള്ളൂ കേട്ടോ. അടിപൊളി, നല്ല എക്സിറ്റാണ് ഇവിടെ നിന്ന് മൈസൂർന്ന്. പൊളിയല്ലേ ബ്രോ? നല്ല എടുപ്പാ എടുത്തേ. ആ സൂപ്പർ. നീ കൈ കൊടുത്തങ്ങ് പോയാൽ മതി. കറണ്ട്ലി ഇപ്പം നമ്മുടെ വണ്ടിയിലെ ആൾക്കാർ ജനറലായിട്ട് അങ്ങനെ കയറിയിട്ടില്ല. ഇപ്പം മാണ്ടിയൊക്കെ എത്തുമ്പോൾ എങ്ങനെ നടത്തില്ല അവസ്ഥ നോക്കാം. നമ്മുടെ ഈ മൈസൂർ കൊച്ചിയുടെ എക്സ്പ്രസ് ഇതേപോലെ തന്നെ രണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല വീടിയിലാണ് വിടുന്നത് കേട്ടോ. സ്റ്റേഷനിൽ എടുത്തപ്പോൾ നല്ല പോക്കാണ് പോകുന്നത് നമ്മുടെ വണ്ടി. എന്തായാലും കൊള്ളാം കേട്ടോ. കൈകൊട്ടൽ ടീംസ് കയറിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൈ കൊട്ടുന്ന കേട്ടാ ഉറങ്ങിയ പോലെ ആക്ട് ചെയ്യും ബ്രോ. ഒരു ഹോൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ നാണം കെടുത്തുന്ന ആൾക്കാരുണ്ട്. ഇവരുള്ള കാര്യം പറയുന്നത് ഭയങ്കര മോശമാണ് ഇവർ ചെയ്യുന്നത്. ഉണ്ട് ഇവൻ്റെ അടുത്ത് വരുന്നുണ്ട്. എനിക്ക് പൊതുവെ ഇവർ ഇഷ്ടമല്ല. ഒരുമാതിരി നമ്മൾ പൈസ തന്നില്ല അവർ നമ്മളെ ആക്രമിക്കുക. അവർക്ക് എന്താ അധികാരം നമ്മളെ ആക്രമിക്കാൻ? ഈ ഒരു ശരിക്കും പറഞ്ഞ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി നല്ല ആൾക്കാർ ഒരുപാടുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരാണ് അവരെ ശരിക്കും ഒരു മോശമായിട്ടുള്ള ആൾക്കാരായിട്ട് ഇതാക്കുന്നത്. അറിയാമോ? ഭയങ്കര മോശം ഇവർ ചെയ്യുന്നത്. നമ്മുടെ കടലൂർ പോർട്ട് എക്സ്പ്രസ് അങ്ങനെ പക്ക ഓൺ ടൈമിൽ 4:52 തന്നെ ഇവിടെ മാണ്ഡ്യ സ്റ്റേഷനിലെത്തിയേ. ഈ മാണ്ഡ്യ സ്റ്റേഷൻ ഈ റൂട്ടിലെ ഒരു മെയിൻ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് കുറേ ആൾക്കാരൊക്കെ കയറും. പക്ഷെ നമ്മുടെ വണ്ടിയിൽ അതിന് വിചാരിച്ചത്രയും തിരക്കില്ല, കയറുമായിരിക്കും. ആൾക്കാരുണ്ട് കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. ഗൈസ് ഇതാണ് മധുർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് ഫേമസ് ആയിട്ടുള്ള മധുർ വട നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ മധുർ വട കൊണ്ടുവരണം, നമുക്ക് ജസ്റ്റ് മേടിച്ച് നോക്കാം. എനിക്ക് വലിയ കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഒന്ന് കഴിച്ച് നോക്കാം. ഒരുവണ കഴിച്ചിട്ടുണ്ട്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്നാലും ഒന്ന് മേടിച്ച് നോക്കാം ഇവിടെ നിന്ന് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഏകദേശം ജനറൽ പോലെ ആയി വരുന്നുണ്ട്. ഇവിടെ എല്ലാവരും അപ്പുറപ്പുറത്ത് കയറി കിടക്കുവാണ്. അവരുടെ സ്വന്തം തറവാട് സ്വത്ത് പോലെയാണ് അവരുടെ വിചാരം. അപ്പുറപ്പുറത്ത് കയറി എല്ലാവരും കയറി കിടപ്പാ. എന്താ എന്ത് ഇവരൊന്നും പിടിക്കാനൊന്നും ആരുമില്ല. നമ്മുടെ നാട്ടിലാണ് TT അപ്പോഴേ പോക്കും. ഇവിടെ സ്റ്റേഷനിൽ വെച്ച് മധുരവട ആരും കൊണ്ടുവന്നില്ല. ട്രെയിനകത്ത് ആരെല്ലാം കൊണ്ടുവരണം, അവർക്ക് മേടിച്ച് നോക്കാം. എല്ലായിടത്തും ഇപ്പോൾ ഓൺ ടൈമാണ് എത്തുന്നത്. ഇനി ബാംഗ്ലൂർ എത്താനാകുമ്പോൾ എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല പഞ്ച്വാലിറ്റി. ഗൈസ് മധുരവട കിട്ടി, നല്ല ചൂടാണ്. ഇതിന് 20 രൂപ വാങ്ങിച്ചോ. പറ്റിച്ചാണെന്ന് എനിക്ക് സംശയമുണ്ട്.
എനിക്ക് അവൻ 20 രൂപ എന്നാ പറഞ്ഞത്, ആർക്കറിയാം എത്ര രൂപയാന്ന്. പക്ഷെ വലുതാ കേട്ടോ, നല്ല കട്ടിയാണ്. ശരി, ഇത് കണ്ടോ നമ്മളെ അടുത്ത് ഉള്ളിവട ഇങ്ങനെ പരത്തി വെച്ചേക്കുന്നവരുണ്ട്. കഴിച്ചു നോക്കട്ടെ കണ്ടോ. അത് ഉള്ളിയൊക്കെ ഇരുന്നു, ഉള്ളി പിന്നെ പരിപ്പ് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര കട്ടിയാണ്. അവിടെ ബിഡതി എന്നൊരു സ്റ്റേഷനിൽ നമ്മുടെ കടലൂർ പോർട്ട് എക്സ്പ്രസ് കൊണ്ട് പിടിച്ചിട്ട് അവിടെ ഒരു NMG ട്രെയിൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ NMG ട്രെയിനിലാണ് ഇവിടെ അടുത്താണ് ടൊയോട്ടയുടെ വണ്ടികൾ ഉണ്ടാക്കുന്ന സ്ഥലം. ഇന്ത്യയിലെ എല്ലാ വണ്ടികളും, ടൊയോട്ട വണ്ടികളും ഇവിടെ ഈ ബിഡതി അടുത്താണ് പ്ലാനിലാണ് ഉണ്ടാക്കുന്നത്. അവിടെയാണ് നമ്മുടെ അഭിജിത് ബ്രോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൊയോട്ടയുടെ വണ്ടികളൊക്കെ ഈ NMG ട്രെയിനിൽ ഇവിടെ നിന്ന് കയറ്റിയാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് അയക്കുന്നത്. ബൈ റോഡും അയക്കും, ബൈ ട്രെയിനിലും അയക്കും. ബൈ ട്രെയിനിൽ അയക്കുന്നത് ഈ NMG ഗുഡ്സ് ട്രെയിനിൽ അയക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ സ്ലീപ്പറിൻ്റെ അകത്തൂടെ നേരെ AC പോകണം കേട്ടോ. എൻ്റെ സീറ്റ് AC ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തൂടെ പോവാം. പുറത്തൂടെ പോയാൽ സീനാവും, കാരണം വണ്ടി കിട്ടാല്ലേ. നമ്മൾ കെങ്കേരി എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊരു 15 മിനിറ്റിൽ നമ്മളെത്തും, പിടിച്ചിട്ടില്ലെങ്കിൽ. നമ്മളിപ്പോൾ S6 കോച്ചിലാട്ടോ. ഇത് ജനറലിനെക്കാട്ടും ശോകാവസ്ഥയാണ്. നമ്മളിരുന്ന കോച്ചിനെക്കാട്ടും ശോകമാണ്. മൊത്തം ആൾക്കാർ നോക്ക്, ഇവരൊന്നും ബുക്കിംഗ് ഒന്നുമല്ല, കുറച്ച് പേരൊക്കെ ആയിരിക്കും ബുക്കിംഗ്, ബാക്കി എല്ലാവരും ജനറലാണ് കേട്ടോ. എന്താ നോക്കി ഇവിടുത്തെ ട്രെയിനിൻ്റെ ഒക്കെ അവസ്ഥ. നമ്മുടെ കോച്ചിലെത്തി ഗൈസ്. B2 എൻ്റെ ബർത്ത് 51 കേട്ടോ. അപ്പോൾ ഇവിടെ കൊണ്ട് നമുക്ക് ബാഗ് സെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെയാണ് എൻ്റെ ബർത്ത് കണ്ട്. ഇവിടെ ആരും ഇല്ലല്ലോ, ഒറ്റ മനുഷ്യനില്ല ഇവിടെ എല്ലാവരും ബാംഗ്ലൂർ ആകുമ്പോൾ കയറും. നമ്മൾ ബാംഗ്ലൂർ എത്തിയുണ്ട്, ഔട്ടറിലെത്തി. ഇവിടെ ഫുള്ളാവും വണ്ടി ശരിക്കും ഫുള്ളാണ് കേട്ടോ. ഒറ്റ സീറ്റ് പോലും വേക്കൻ്റ് ഇല്ല. ഈ വണ്ടി പോകുന്ന റൂട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. ഇവിടെ നമ്മൾ മൈസൂരിൽ നിന്ന് ബംഗളൂരു പോകും. ബംഗളൂർ നമ്മൾ ഹൊസൂർ ധർമ്മപുരി വഴിയാണ് നമ്മൾ സേലം പോകുന്നത്. അതായത് നമ്മുടെ ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി പോകുന്ന റൂട്ട്, കണ്ണൂർ യശ്വന്ത്പൂർ ഒക്കെ പോകുന്ന റൂട്ടല്ല, ആ റൂട്ട്. എന്നിട്ട് നമ്മൾ ഈറോഡ് ജംഗ്ഷനിൽ പോയിട്ട് നമ്മുടെ വണ്ടിയുടെ ഡയറക്ഷൻ നമ്മൾ തിരിയും, ലോക്കോ മുന്നിൽ കൊണ്ട് പിടിപ്പിക്കും. എന്നിട്ട് നമ്മൾ ഈറോഡിൽ നിന്ന് കരൂർ വഴിയാണ് നമ്മൾ ട്രിച്ചി പോകുന്നത്. ട്രിച്ചി പോയിട്ട് അവിടെ ലോക്കോ റിവേഴ്സ് ഉണ്ട്. അവിടെ ലോക്കോ റിവേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ടീ ഗാർഡൻ എക്സ്പ്രസ് പോകുന്ന വഴി, അതായത് തഞ്ചാവൂർ വഴി നമ്മളിവിടെ നേരെ കുംഭകോണം, അവിടെ നേരെ മയിലാടുതുറി, അവിടെ നേരെ നമ്മൾ കടലൂർ പോർട്ട് എത്തും. അങ്ങനെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ റൂട്ട് എന്ന് പറയുന്നത്. ഈ വണ്ടിയിൽ ഒരു 90% ആൾക്കാരും ട്രിച്ചി വരെയുള്ള ആൾക്കാരാണ് കേട്ടോ. ട്രിച്ചിക്ക് പോകാൻ വേണ്ടി ഇവിടെ നിന്നുള്ളൊരു ബെസ്റ്റ് വണ്ടിയാണ് ഈ ഒരു കടലൂർ പോർട്ട് എക്സ്പ്രസ്. ഇവിടെ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 7 മണി റേഞ്ചിലിട്ടാൽ വെളുപ്പിന് ഒരു 4 മണിക്ക് അല്ല അതിന് മുമ്പ് ട്രിച്ചി എത്താൻ പറ്റും. നമ്മൾ ഔട്ടറിൽ പിടിച്ചിട്ടിട്ടാണ് ഒരു ഗുഡ് സ്ട്രീം വരുന്നു, ഒരു WG9 വെച്ചിട്ട്. എന്താ ഇത് മറ്റേ NMG ട്രെയിനാ, ബിഡതി പോകുന്ന ആ സാധനം കേട്ടോ. കാറൊക്കെ ഇറക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിയായിരിക്കും. നമ്മളങ്ങനെ പുറത്ത് പിടിച്ചിട്ടുകൊണ്ട് ഒരു 8 മിനിറ്റ് ലേറ്റോടുകൂടി ഇവിടെ KSR ബംഗളൂരിലെത്തി. അപ്പം നമ്മുടെ വണ്ടിയിൽ ഇനി ആൾക്കാർ ഫുള്ളാവും കേട്ടോ, നല്ല തിരക്കാവും. നമ്മുടെ AC കോച്ച് എല്ലാം ഫുള്ളാവും. ജനറലൊക്കെ കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ വണ്ടി എപ്പോൾ നോക്കിയാലും ഫുള്ളായിട്ട് ഓടുന്ന വണ്ടിയാണ്. ഇത് തമിഴ്നാട്ടിൽ പോകാൻ വേണ്ടി ട്രിച്ചി ഭാഗത്തേക്ക് പോകാൻ നല്ല പിടിയുള്ളൊരു വണ്ടിയായിരുന്നു കടലൂർ പോർട്ട് എക്സ്പ്രസ്. ഞാൻ സൊമാറ്റോ വഴി ബിസിബലേബാത്ത് ഓർഡർ ചെയ്തായിരുന്നു. ബിസിബലേബാത്ത് കൊള്ളാം, എനിക്ക് രാവിലെ കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നീ കഴിച്ചില്ലല്ലേ? ബിസിബലേബാത്ത് ട്രൈ ചെയ്ത് നോക്കൂ ബ്രോ, നല്ല സാധനമാണ്. ഇവിടുത്തെ ഫേമസ് ഡിഷാണ് ബിസിബലേബാത്ത്. ബ്രോ പോവാല്ലേ? നാട്ടിൽ വരുമ്പോൾ ഇനി വിളിക്കണം കേട്ടോ. ഇവിടെ വരുമ്പോൾ ഞാനും വിളിക്കാം. ഓക്കെ. കൊല്ലം ടോണിപ്പം കൃഷ്ണരാജപുരം ടോണായി. ശരി ബ്രോ, കാണാം. വളരെ വേഗം തന്നെ എടുത്തു കേട്ടോ. നമ്മൾ 9 മിനിറ്റ് നിർത്തിയുള്ളൂ. വണ്ടി വന്ന ആൾക്കാർ കയറി, ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു, ക്രൂ മാറി, ലോക്കപ്പേലത്തെ LP ഒക്കെ കയറി വണ്ടിയായിട്ട് എടുത്തു. കാരണം ഇതിൻ്റെ പുറകിൽ വേറെ കുറേ വണ്ടികളുണ്ട്. ചാമരാജനഗർ, തിരുപ്പതി, പിന്നെ മറ്റേ തൂത്തുക്കുടി എക്സ്പ്രസ്, അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അതിൽ നേരെ ഇവിടെ പിടിച്ചിടാൻ പറ്റത്തില്ല, വേഗം വിടണം വണ്ടി. കാരണം നല്ല ട്രാഫിക്കുള്ള സമയമല്ലേ. അപ്പോൾ നമ്മൾ KSR ബംഗളൂരിൽ നിന്ന് വിട്ടു. ഇനി ബംഗളൂരു കണ്ടോൺമെൻ്റ് ആണ് തോന്നുന്നു അടുത്ത സ്റ്റോപ്പ്. നമ്മുടെ കടലൂർ പോർട്ടിൻ്റെ ഇനി അടുത്ത സ്റ്റോപ്പ് ബംഗളൂരു കണ്ടോൺമെൻ്റ് ആണ്. പിന്നെ കർമ്മേലരം, ഹൊസൂർ, ധർമ്മപുരി, സേലം, ഇനി അങ്ങനെയാണ് സ്റ്റോപ്പ്. ഇവിടെ അധികം സ്റ്റോപ്പില്ല, പക്ഷേ തമിഴ്നാട്ടിൽ കയറുമ്പോൾ കുറേ സ്റ്റോപ്പ് ഉണ്ട് ഈ വണ്ടിക്ക്. ബിസിബലേബാത്ത് മേടിച്ചൊരു സ്പൂണില്ല പോരെ, നല്ല പരിപാടി കാണിച്ച്. എന്തോ പരിപാടി, ഇതിനകത്തൊന്നും സ്പൂണില്ല. എന്ത് ചെയ്യും? വണ്ടി എങ്ങും പിടിച്ചിടുന്നില്ല കേട്ടോ. സാധാരണ ഇപ്പം ഇവിടെ നിന്നൊക്കെ വൈകിട്ട് വണ്ടി വിട്ടാൽ പിടിച്ചിടുന്നതാണ്. ഇപ്പോൾ നല്ല വീടിലാണ്. നമ്മളിപ്പം ബംഗളൂരു സ്റ്റേഷനിൽ വിട്ട് ഇപ്പോൾ ബംഗളൂരു കണ്ടോൺമെൻറ്റ് എത്തി. കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ ഇതേപോലെ പുതുക്കി നല്ല അടിപൊളിയായിട്ട് പണിയുക. അപ്പോൾ ഈ പണിയുന്ന ഭാഗമായിട്ട് ചില ദിവസങ്ങളിലൊക്കെ ചില വണ്ടികൾക്കൊക്കെ ഇവിടെ സ്റ്റോപ്പ് ഇല്ലായിരുന്നു.
നമ്മുടെ ഐലൻഡ് അങ്ങനെ ഒരു ദിവസം ഇവിടെ അങ്ങനെ സ്റ്റോപ്പില്ല, ഒരു ദിവസം അല്ല കുറച്ച് നാളത്തേക്ക് അങ്ങനെ സ്റ്റോപ്പില്ലായിരുന്നു. ആ മെമുവിൻ്റെ ഇടയ്ക്കൂടെ നോക്കിയ ഒരു വയലറ്റ് ട്രെയിൻ കിടക്കുന്ന കാണാം. അത് നമ്മുടെ ഗോൾഡൻ ചാരിറ്റ് കേട്ടോ. നമ്മളന്ന് ഗോൾഡൻ ചാരിറ്റ് കൊച്ചി വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്ത് ഓർക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇവിടെ നിന്ന് അരിൽ കാണാം കേട്ടോ. അത് ഇവിടെ ആണ് അതിൻ്റെ ഓപ്പറേഷനൊക്കെ തുടങ്ങുന്നത്. ഗോൾഡൻ ചാരിറ്റ് കൊണ്ട് കിടക്കുന്ന കണ്ടാ. സൂപ്പർ സൂപ്പർ. അതവിടെ പാർക്ക് ചെയ്തേക്കുക, അതെങ്ങും പോകുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരാൾക്ക് ഈ വണ്ടിയിൽ യാത്ര ചെയ്യണമെങ്കിൽ ഒരു 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ഒക്കെ വേണം. അയ്യോ, മറ്റേ ബിസിബലെ മാത്രം കഴിക്കാൻ സ്പൂണില്ല. ഞാൻ അത് കൈ കൊണ്ട് കഴിക്കാൻ പറ്റില്ല, കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള ഇതാ, ചൂടുവാ. അല്ലെ വായിക്കാത്തോടെ ഒഴിക്കായിരുന്നു. പേര് മറ്റേ ബിരിയാണി വിൽക്കുന്ന ആൾക്കാരെ ആരും കണ്ടില്ല, അല്ലെങ്കിൽ കണ്ടിട്ട് അവരുടെ ഒരു സ്പൂൺ വാങ്ങിക്കണം, അല്ലേ കഴിക്കാൻ പറ്റുള്ളത്. നമ്മളങ്ങനെ ബയ്യപ്പനഹള്ളി ആയി. അപ്പോൾ ഇനി ബയ്യപ്പനഹള്ളിൽ നിന്ന് റൈറ്റിലേക്കുള്ള ട്രാക്ക് എടുത്തിട്ടാണ് നമ്മൾ നേരെ ഇനി ധർമ്മപുരി ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡീവിയേഷൻ എടുക്കും. നമ്മൾ കർമ്മേലരം എന്ന സ്റ്റേഷൻ എത്തി. അപ്പോൾ ഇവിടെ ക്രോസിംഗ് ആണ്. അപ്പോൾ നമ്മൾ വന്ന് കയറാൻ നേരത്തും അപ്പുറത്തെ വണ്ടി വന്ന് കയറുന്നുണ്ട്. അത് നമ്മുടെ എറണാകുളം ബംഗളൂരു ഇൻ്റർസിറ്റിയാണ്. ഇൻ്റർസിറ്റി വന്നു, നമ്മളിവിടെ നിന്ന് എടുക്കുകയും ചെയ്തു. നമുക്കൊരു സ്പൂൺ കിട്ടി. ഒരു ബയ്യാട് കഴിച്ചപ്പോൾ പുള്ളി കൊണ്ട് തന്നു. ബിസിബലാബാത്തിൻ്റെ കൂടെ മെയിനായിട്ട് ഇവർ വെച്ച് കഴിക്കുന്ന ഈ മിക്സറാട്ടോ. അപ്പോൾ മിക്സറിനകത്ത് മിക്സ് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ. അടിപൊളി സാധനം ഇത്. മറ്റേ ചോറും പിന്നെ വേറെ എന്തൊക്കെയാണ് ചേർക്കും. എനിക്ക് എന്തോ പ്രിപ്പറേഷൻ എനിക്ക് അറിയത്തില്ല. ഇത് സംഭവം കൊള്ളാം, അടിപൊളിയാണ്. നമ്മുടെ കടലൂർ പോർട്ടിൻ്റെ അടുത്ത സ്റ്റോപ്പായ ഹൊസൂർ എത്തി നമ്മളെ. ഇപ്പം ഇവിടെ ഏതോ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ഇത് ഗുഡ്സാ കേട്ടോ. ഈ റൂട്ടിൽ ഗുഡ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ കടലൂർ പോർട്ട് എക്സ്പ്രസ് പണ്ട് എങ്ങനെ പോയിക്കൊണ്ടിരുന്ന അറിയോ? പണ്ട് ഐലൻഡ് എക്സ്പ്രസ് ഉണ്ടല്ലോ, ഐലൻഡിൻ്റെ കൂടെ ഇത് ഈറോഡ് പോകും. അപ്പോൾ ഈറോഡിന് ഈ കടലൂർ പോർട്ടിൻ്റെ എക്സ്പ്രസ് കുറച്ച് സ്ലിപ്പ് കോച്ച് ഉണ്ടാവും ഐലൻഡിന് കൂടെ. അപ്പോൾ അത് ഈറോഡ് വെച്ച് മുറിച്ചിട്ട് അവിടെ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് എനിക്കൊന്ന് ട്രിച്ച് വരെയായിരുന്നു ഒന്ന് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് മയിലാടുതുറ ആക്കി, ഇപ്പോൾ കടലൂർ പോർട്ടാക്കി. അങ്ങനെയാണ് ഇപ്പോൾ മൈസൂർ കടലൂർ പോർട്ടിൽ നിന്നാണ് പോകുന്നത്. 1989 തുടങ്ങിയ വണ്ടിയാണിത്. അപ്പോൾ ഈ വണ്ടിയുടെ ബാക്കിൽ വേറെ കുറേ വണ്ടിയുണ്ട്. നമ്മുടെ ഗരീബ് രഥ്, പിന്നെ മറ്റേ യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്, പിന്നെ മറ്റേ SMVT ബംഗളൂരു നാഗർകോവിൽ എക്സ്പ്രസ്, അങ്ങനെ കുറേ വണ്ടിയുണ്ട് നമ്മുടെ ഈ വണ്ടിയുടെ ബാക്കിൽ. അപ്പോൾ ഈ രാത്രി ഈ റൂട്ട് കുറച്ച് തിരക്കാണ്. നമ്മുടെ ഈ യാത്രയുടെ ചിലവ് നമ്മൾ AC 3 ടയറാണ് എടുത്തിരിക്കുന്നത്. 1140 രൂപയാണ് ആയത്. പലരും പറയുന്നുണ്ട് എന്താണ് എപ്പോഴും AC എടുക്കുന്നതിന്, എപ്പോഴും സ്ലീപ്പർ എടുത്തപ്പോൾ എപ്പോഴും സ്ലീപ്പറാണ് എടുക്കുന്നത്, AC എടുത്തുവിടേത്. എനിക്കറിയില്ല എന്താണ്. ഞാൻ മാറി മാറി എടുക്കാറുള്ളൂ. പക്ഷേ ഞാൻ നോർത്തിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ AC എടുക്കത്തുള്ളൂ. കാരണം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം. വെറുതെ സ്ലീപ്പറിൽ പോയി പണി മേടിച്ച് വെക്കണമെന്ന് വെച്ചിട്ടാണ് AC എടുക്കാറുള്ളത്. ഞാൻ പൊതുവെ എപ്പോഴും AC എടുക്കണമെന്നാണ് എല്ലാവരും പരാതി. നമ്മുടെ കടലൂർ പോർട്ട് എക്സ്പ്രസിനെ ഇവിടെ പെരിയനാഗത്തുണയിൽ നിന്നൊരു സ്റ്റേഷനിലുണ്ട്. ഇപ്പോൾ ചവിട്ടി ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ട്രെയിൻസ് ഏതാണെന്നൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഇനി വല്ല ഗുഡ്സ് ആണെന്ന് അറിയത്തില്ല. നല്ല തണുപ്പാണ്. ഇപ്പോൾ 18 ഡിഗ്രി തണുപ്പാണ്. ഇപ്പോൾ സമയം 9 മണിയായിട്ടോ. 9 മണിയായി ഇപ്പോൾ സമയം. ഈ പോകുന്ന റൂട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര സ്ലോയിൽ പോകുന്ന റൂട്ടാണ്. എനിക്കിഷ്ടമേ ഇല്ല ഈ റൂട്ടിൽ കൂടെ പോകുന്നത്. വണ്ടി എപ്പോഴും ഇങ്ങനെ പയ്യെ, വലിയ സ്പീഡൊന്നും എടുക്കത്തൊന്നുമില്ല. അതുമല്ല ഒരു ഗാർഡ് സെക്ഷനൊക്കെ ഉണ്ട്. ധർമ്മപുരി ദിമ്പം ഗാർഡ് സെക്ഷൻ എന്നൊരു ഗാർഡ് സെക്ഷനൊക്കെ ഉണ്ട്. ട്രെയിൻ വളരെ പയ്യാണ് പോകുന്നത്, സ്പീഡൊന്നുമില്ല. സിംഗിൾ ലൈൻ സെക്ഷനാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്രോസിങ് വരും. മറ്റേ റൂട്ടൊക്കെയാണ് അടിപൊളി റൂട്ട്, മറ്റേ ജോളാർപേട്ട കുപ്പം വഴിയൊക്കെ. നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റിയൊക്കെ ആ റൂട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടാൽ കുറച്ച് സമയം ലാഭിക്കാൻ പറ്റും. LSP ഒക്കെ പിന്നെ ആ റൂട്ട് വിട്ട് അടിപൊളിയായിരിക്കും. പക്ഷേ ഇവർ ഈ റൂട്ടിലാണ് വിടുന്നത്. ആ റൂട്ടിൽ വിട്ടാൽ ഇപ്പോൾ സമയം 9:30 ആക്കിയിട്ടുണ്ട്. അതിൻ്റെ സമയം KSR ബംഗളൂരിൽ എത്തുന്നത്. എറണാകുളത്ത് നിന്ന് വരുന്ന ഇൻ്റർസിറ്റി അത് കുറച്ചുകൂടെ നേരത്തെ ആക്കിയാൽ ഒരു 7-8 മണി റേഞ്ച് ആക്കാം. 7 ആയിരുന്നു നേരത്തെ, അല്ല 8 മണിയായിരുന്നു നേരത്തെ. പിന്നെ അത് കുറച്ചുകൂടെ നേരത്തെ ആക്കാം, ഒരു 7 മണി റേഞ്ചിലൊക്കെ ആക്കാൻ പറ്റും. സ്പീഡപ്പ് ചെയ്ത് ആ റൂട്ടിൽ കൂടെ ഒക്കെ ഡൈവേർട്ട് ചെയ്താൽ സ്റ്റോപ്പ് കുറവാണ് വണ്ടിക്ക്. അപ്പോൾ മറ്റേ വഴി ജോളാർപേട്ട വഴി വണ്ടി ഡൈവേർട്ട് ചെയ്ത് വിട്ടാൽ നല്ലതായിരിക്കും. അത് ചെയ്യുമെന്ന് തോന്നുന്നില്ല. വെറുതെ നമുക്ക് പറയാനല്ലാണ്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ക്രോസിംഗ് അല്ല കേട്ടോ, വണ്ടി വിട്ട് എന്താ പറയത്തില്ല. മുന്നേ വണ്ടിയൊന്നും ഇല്ലല്ലോ. എന്താണെന്ന് ആർക്കറിയാം, വണ്ടി വിട്ടു. ഞാനിപ്പോൾ കുറേ സ്ഥലത്ത് ഇതേപോലെ ഈ ലൈറ്റ് ഇങ്ങനെ കൂട്ടത്തോടെ ഇട്ട് വെച്ചേക്കുന്നതാണ്. എന്തോ ഒരു കൃഷി സ്ഥലമാണ്. എനിക്കൊന്ന് മുന്തിരിയാണോ അറിയില്ല, എന്തുവാണ്. കുറേ എടുത്തുണ്ട് ഈ ധർമ്മപുരി റൂട്ടിൽ പോകുന്ന വഴിക്ക്.
എന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഇവിടെ ഇപ്പോഴും മയിലാടുതുറ എന്ന് പറഞ്ഞ അനൗൺസ്മെന്റ് ഇവരൊന്നും മെഡിസിൻ ആക്കിയെന്ന് പറഞ്ഞിട്ടില്ല. എന്തോ നമ്മുടെ ധർമ്മപുരി എത്തുന്ന ഒരു 30-35 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്. നേരത്തെ മറ്റു സ്റ്റേഷനിൽ നമ്മൾ നിർത്തിയപ്പോൾ അത്രയും തണുപ്പൊന്നും ഇവിടെ ധർമ്മപുരിയിലില്ല. ഇനി ധർമ്മപുരിയിൽ നിന്ന് നമ്മുടെ വണ്ടി ഗാർഡ്സ് ഇറങ്ങും കേട്ടോ. അപ്പോൾ രാവിലെ കാണാൻ കഴിച്ച് ഇനി ഇതിൻ്റെ ഇതുണ്ട്, മറ്റേ റിവേഴ്സുണ്ട്. ഈ റോഡ് ട്രിച്ചിയിലും ഉണ്ട്. അപ്പോൾ ഈ റോഡ് 12:15 കണ്ടെത്തും, ട്രിച്ചി 4 മണിക്ക് എത്തും. അങ്ങനെയാണ് ടൈമിങ്. രാവിലെ കാണാം. സമയം ഇപ്പോൾ വെളുപ്പിന് 4 മണിയായി. നമ്മുടെ വണ്ടി ഇവിടെ ട്രിച്ചി ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ലോക്കോ റിവേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊരു 10-15 മിനിറ്റ് കൊണ്ട് വിടും. അപ്പോൾ ഞാൻ രാവിലെ ട്രിച്ചി ആയപ്പോൾ വണ്ടിയുടെ ആൾക്കാർ ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങിപ്പോയി. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ എണീറ്റതാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടെ പോയി കിടന്ന് ഉറങ്ങട്ടെ, എന്നിട്ട് കുറച്ചുകൂടെ കേൾട്ട് കാണാം. ഈ വണ്ടിയുടെ 2ാമത്തെ ലോക്കോ റിവേഴ്സിലാട്ടോ. ഒന്ന് ഈ റോഡ് വെച്ച് നടന്നു വെളുപ്പിന് 12 മണിക്ക് എങ്ങാണ്ട്. അപ്പോൾ ഇത് 2ാമത്തെയാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് പുറപ്പെടും ഉടനെ തന്നെ. സമയം ഇപ്പോൾ രാവിലെ 6 മണിയായി. അപ്പോൾ ഞാൻ ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് പിന്നെ എണീറ്റു. വെറുതെ 4 മണിക്ക് എണീച്ചിട്ട് എന്ത് ചെയ്യാനാണ്, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. വണ്ടിക്കകത്ത് ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഇറങ്ങി കേട്ടോ. കുംഭകോണം ആയപ്പോഴേക്കും എണീക്കുന്ന തൊട്ട് മുമ്പുള്ള സ്റ്റേഷൻ കുംഭകോണമായിരുന്നു. ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം ഇറങ്ങി. കുംഭകോണമൊക്കെ ഡയറക്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ മയിലാടുതുറ കോയമ്പത്തൂർ ഇൻഷാഫിക്ക് പോകുമ്പോൾ ആ വഴിയാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുംഭകോണം, ചിദംബരം നമ്മൾ കടലൂർ എത്തുന്നതിന് മുമ്പാണ് ചിദംബരം ഒക്കെയാണ്. നമ്മൾക്ക് ഫസ്റ്റ് ടൈമാണ് ആ ഭാഗത്തൊക്കെ പോകുന്നത്. നമ്മളിപ്പോൾ മയിലാടുതുറ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ട്രിച്ചി ഭാഗത്തു നിന്ന്. ഇതൊരു സിംഗിൾ ലൈനാണ് നമ്മൾ ഈ പോകുന്ന ട്രാക്ക്. അപ്പോൾ അടുത്ത സ്റ്റേഷൻ, ഈ വണ്ടിയുടെ സ്റ്റോപ്പ് അടുത്തുരയിൽ നിന്നൊരു സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ ട്രിച്ചിന്ന് തഞ്ചാവൂർ വരെയുള്ള ശരിക്കും ഡബിൾ ലൈൻ. തഞ്ചാവൂർ പിന്നെ ഈ കടലൂർ പോർട്ട് വരെ ഫുള്ള് സിംഗിൾ ലൈനാണ്. ഇതുപോലത്തെ ചെറിയ സ്റ്റേഷനിലൊക്കെ നിർത്തുന്ന ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഈ ബാംഗ്ലൂരൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ കടലൂർ പോർട്ട് എക്സ്പ്രസ്. മണി അടിച്ചൊക്കെ കൊള്ളാമല്ലേ, നൈസല്ല. നമ്മളിവിടെ ആ പരിപാടി, ഇവിടെയൊക്കെ ആ പരിപാടി ഉണ്ട്. നല്ല പ്ലസന്റ് ക്ലൈമറ്റ് ആട്ടോ. ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു റേഞ്ചിലുള്ള ടെമ്പറേച്ചർ. നല്ല കൂളിങ്, നല്ല കാലാവസ്ഥ. ഇവർ ഊരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് ട്രിച്ചിന്നോ ഈറോടെന്ന് എങ്ങാണ്ട് ലോക്കോ മാറ്റി. ഇപ്പൊ വേറെ ലോക്കോയാ, മറ്റേ ഹൈറേസ് പാൻറ് ഒക്കെ ഉള്ള ലോക്കോയാ. നമ്മുടെ കടലൂർ പോർട്ട് എക്സ്പ്രസ് മയിലാടുതുറ എത്തുന്നതിന് മുമ്പാണ് അടുത്ത സ്റ്റോപ്പ് കുറ്റാലം എന്നൊരു സ്റ്റേഷൻ എത്തിയിട്ട്. കുറ്റാലം കഴിഞ്ഞിട്ടാണ് ഇനി മയിലാടുതുറ ജംഗ്ഷൻ വരുന്നത്. സിംഗിൾ ലൈൻ പാതയിലൂടെ പോകുമ്പോഴേ ഒരു പ്രത്യേക ഭംഗിയാണ്. 2 സൈഡിലും, ട്രാക്കിന്റെ 2 സൈഡിലും നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു അടിപൊളി കാഴ്ച കാണാം. കണ്ടോ, ഒരു വണ്ടി വരുന്നുണ്ട് അങ്ങന്ന്. അത് തിരുവാരൂർ ഭാഗത്തുനിന്ന് വരുന്നൊരു ട്രെയിനാണ്. ആ വണ്ടി ഏതാണ്ട് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമ്മളും ആ വണ്ടിയും തമ്മിലുള്ളൊരു പാരലാണ് നമുക്കിവിടെ കാണാൻ പറ്റും. അത് മണ്ണാർക്കുടി തിരുപ്പതി എക്സ്പ്രസ് ആണ് കേട്ടോ പോകുന്നത്. മണ്ണാർക്കുടി ഇവിടുത്തെ ഒരു ഫേമസ് ഒരു പിൽഗ്രിമേജ് സെൻ്ററാണ് മണ്ണാർക്കുടി. അവിടെ ഒരു കൃഷ്ണൻ്റെ ക്ഷേത്രമാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് തിരുപ്പതിക്ക് പോകുന്നൊരു ട്രെയിനാണ്, ഒരു ഇൻ്റർസിറ്റി ട്രെയിനാണ് പോകുന്നത്.
ഈ വണ്ടി തിരുപ്പതിയുടെ വണ്ടിയാണ്, അതായത് സൗത്ത് സെൻട്രൽ സോണിൻ്റെ വണ്ടിയാണ്. അത് മാർക്ക് ചെയ്തിട്ടുണ്ട് SC എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്, നമ്മുടെ വണ്ടിയല്ല. നമ്മളുണ്ട് മയിലാടുതുറൈ ജംഗ്ഷനിൽ വന്ന് കയറി. നമ്മളിപ്പോൾ ഒരു 4-5 മിനിറ്റ് ബിഫോർ ടൈമാണ്. 6:50 നമ്മുടെ വണ്ടി വന്ന് കയറേണ്ടത്. ഇവിടെ ഒരു പാസഞ്ചർ കിടക്കുന്നതാണ് നിങ്ങൾക്ക്. ഇത് മയിലാടുതുറയിൽ നിന്ന് തഞ്ചാവൂർക്ക് വന്നൊരു പാസഞ്ചറാണ്. ഇവിടെ സിംഗിൾ ലൈൻ ആണെങ്കിലും വണ്ടികൾ അത്യാവശ്യം ഉണ്ട്, പക്ഷെ അത്ര തിരക്കൊന്നുമില്ല. മെയിൻ ലൈനായിട്ട് നോക്കുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഇതാണ് മയിലാടുതുറൈ തഞ്ചാവൂർ പാസഞ്ചർ. തിരുപ്പതിക്ക് പോകുന്ന വണ്ടിക്ക് ഒരു പേരുണ്ട്, പാമനി എക്സ്പ്രസ് എന്ന വണ്ടിയുടെ പേര്. ആ വണ്ടി ആയിരിക്കും ഇപ്പോൾ ആദ്യം എടുത്തുകൊണ്ട് പോകുന്നത്, കാരണം അത് 8 മണിക്ക് കടലൂർ എത്തേണ്ട വണ്ടിയാണ്. അപ്പോൾ അത് ആദ്യം പോവും. അത് അവിടെ നിന്ന് കടലൂരിൽ നിന്ന് വില്ലുപുരം, അവിടെ നിന്ന് നേരെ തിരുവണ്ണാമല വഴിയാണ് അത് നേരെ ഇവിടെ പോകുന്നത്, തിരുപ്പതി പോകുന്നത്. നമ്മൾ ഈ എല്ലാവിടെയും end to end ആയതുകൊണ്ടേ നമ്മൾ കടലൂർ വരെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ മയിലാടുതുറ ഇറങ്ങിയാൽ മതിയായിരിക്കും, കാരണം എനിക്ക് മയിലാടുതുറയിൽ നിന്നാണ് കോയമ്പത്തൂർക്കുള്ള അടുത്ത വണ്ടി ജൻസനാബ്ദി. അപ്പോൾ ഇനി ഞാൻ കടലൂർ പോയിട്ട് അവിടെ നിന്ന് 11:30 ചോളൻ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, ചോളൻ എക്സ്പ്രസ്സിന് കയറിയിട്ടാണ് വേണ്ടി ഇവിടെ മയിലാടുതുറ പിന്നെയും വരുന്നത്. അവിടെ നിന്ന് 1 മണിക്കൂറുള്ളൂ കേട്ടോ ഈ മറ്റേ കടലൂരിൽ നിന്ന് മയിലാടുതുറയ്ക്ക്. 7:04 നമ്മുടെ കടലൂർ പോർട്ട് എക്സ്പ്രസ് മയിലാടുതുറ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇനി ഇവിടെ നിന്ന് 2 സ്റ്റോപ്പുണ്ട്. സിർക്കഴി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്, ചിദംബരം ഉണ്ട്. അപ്പോൾ ഈ ചിർക്കഴിയും ചിദംബരവും കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇനി കടലൂർ പോർട്ട് ജംഗ്ഷനിലേക്ക് എത്തും. ഇത് കൊള്ളാമല്ലോ, മയിലാടുതുറ സ്റ്റേഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നമുക്കൊരു നദി കാണാം. കാവേരി നദി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കാവേരി നദിക്ക് ഇത്രയും വലിപ്പമുള്ളതുണ്ടോ, കാവേരി റിവർ എന്ന് പറഞ്ഞുണ്ടോ. ഈ വേറെ കാവേരി നദി ഉണ്ടോ എനിക്കറിയില്ല. ഇത് തോട് പോലെ ഉള്ളല്ലോ, ആർക്കറിയാം ഉള്ളതാണോ എന്ന്. പക്ഷെ ഭയങ്കര വീതി കുറവാണല്ലോ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാവേരി തന്നെയാണോ എന്ന് അറിയാവുന്നവരൊന്ന് പറയണേ. വീഡിയോസെല്ലാം 4K എടുക്കുന്നതുകൊണ്ട് നമുക്കൊരു 2 അല്ലെങ്കിൽ 3 വീഡിയോസൊക്കെ ഫോണിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴേക്കും സ്റ്റോറേജ് തീരും. അപ്പോൾ സ്റ്റോറേജ് ക്ലിയർ ആക്കാൻ വേണ്ടി ലാപ്പിലൊക്കെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക. എയർ ഡ്രോപ്പ് വഴി 151 ക്ലിപ്പുണ്ട്. മറ്റേ കാച്ചിഗുഡ മൈസൂരുടെ വീഡിയോ അത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ ഒരു 1/2 മണിക്കൂറിൽ ചുരുക്കാൻ പറ്റും നോക്കട്ടെ. 1/2 മണിക്കൂർ എന്തായാലും നമ്മൾ മാക്സിമം എടുത്തുള്ളൂ. അപ്പോൾ അത് സ്പേസ് ഒരു പ്രശ്നമാണ് 4K എടുക്കുമ്പോൾ. 1080 പ്രശ്നമില്ല, 4K നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഒരു സ്പേസിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. സിംഗിൾ ലൈൻ ആണെങ്കിലും നല്ല സ്പീഡുണ്ട്. എനിക്കൊന്നൊരു 110 kmph ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ വണ്ടിയുടെ സ്പീഡ്. നല്ല പറപ്പിച്ചാണ് വണ്ടി പോകുന്നത്. വലിയൊരു നദി കടന്നുകൊണ്ടിരിക്കുക. നമ്മൾ കൊള്ളിടം റിവർ എന്നാണ് ഈ ഒരു നദിയുടെ പേര്. നല്ല വീതിയുണ്ട്. നമ്മളങ്ങനെ 7:30 കഴിഞ്ഞപ്പോഴേക്കും ചിദംബരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിദംബരം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് തമിഴ്നാട്ടിലെ. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു നടരാജ ക്ഷേത്രമുണ്ട്, ഭയങ്കര ഫേമസ് ആണ്. നല്ല വലിയൊരു അമ്പലമാണ്, അടിപൊളി അമ്പലമാണ്. ആ അമ്പലത്തിൽ ഞാൻ പണ്ട് പോയിട്ടുണ്ട്, പക്ഷെ ബൈ ട്രെയിനിൽ ഫസ്റ്റ് ടൈം ഉണ്ട് ചിദംബരം വരുന്നത്. വണ്ടി ഇവിടെ ആയപ്പോൾ ഫുള്ള് കാലിയായിട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ IRCTC കാറ്ററിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു ഇഡ്ഡലി പറഞ്ഞു, ഇഡ്ഡലി എന്താ ഇതിൻ്റെ പേര് തമിഴൊന്നും മനസ്സിലാകുന്നില്ല. പലകാരം.com ഇഡ്ഡലി പറഞ്ഞു, ഇഡ്ഡലി 3 ഇഡ്ഡലി എങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ചിദംബരം സ്റ്റേഷൻ. അപ്പോൾ ഇനി ചിദംബരം സ്റ്റേഷൻ വിട്ടാൽ പിന്നെ തൊട്ടടുത്താണ് കടലൂർ പോർട്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1/2 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അവസാനത്തെ സ്റ്റോപ്പാണ് ഈ ചിദംബരം. അത് കഴിഞ്ഞാൽ അടുത്ത കടലൂർ പോർട്ടാണ്. ഈ IRCTC ഫുഡ് ഉണ്ടാക്കിയോട് ഓർഡർ ചെയ്യുമ്പോൾ കുറച്ച് പൈസ കൂടുതലായിരിക്കും എപ്പോഴും കേട്ടോ, പക്ഷെ നല്ല സാധനം കിട്ടും. ഇത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയോട് 2 ടൈപ്പ് ചമ്മന്തി ഉണ്ട്, സാമ്പാറുണ്ട്. ഇതിനെല്ലാം കൂടെ 113 രൂപയാണ് ആയത് കേട്ടോ, പക്ഷെ നല്ല സാധനമാണ്. ഈ IRCTC ഫുഡ് ഉണ്ടാക്കി ഭയങ്കര പൈസ, അതാണ് ഒരു മെയിൻ പ്രശ്നം. പിന്നെ ഫുഡില്ലാത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി കുഴച്ച് അടിക്കണം, നല്ല ടേസ്റ്റാണ്, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ വണ്ടിയിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമാണ് കടലൂർ വരെ പോകുന്നത് ഭ്രാന്തായിട്ട്. വേറെ ആരും അത് പോകുന്നില്ല, ഫുള്ള് കാലിയാണ് വണ്ടി. നമ്മളിവിടെ കില്ലിന്നൊന്നൊരു സ്റ്റേഷനിലുണ്ട്, ഇപ്പം പിടിച്ചിട്ടേക്കുവാണ്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഒന്നും ലെങ്ത് ഒന്നും ഇല്ല. അവിടെ വരെയുള്ള പ്ലാറ്റ്ഫോം ഉണ്ടോ, പ്ലാറ്റ്ഫോം കാണിച്ചറിയാം. ഇവിടെ സൈഡിലൊന്നും പ്ലാറ്റ്ഫോമേ ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പിടിച്ചിട്ടിരിക്കുന്നത് വില്ലുപുരത്ത് നിന്ന് മയിലാടുതുറ പോകുന്ന ഒരു പാസഞ്ചർ വരാൻ വേണ്ടിയാണ് കേട്ടോ. പ്ലാറ്റ്ഫോം നോക്കി, ഇവിടെ ഒന്നും പ്ലാറ്റ്ഫോം പോലും ഇല്ല. ആ പാസഞ്ചറാണെന്ന് തോന്നുന്നു. ആ ഒരു പാസഞ്ചറാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു സ്റ്റേഷൻ അപ്പുറം ഉണ്ട്. അപ്പോൾ അതിങ്ങോട്ട് വരും.
സിംഗിൾ ലൈൻ അതിൻ്റെ ക്രോസിംഗ് ആണ്. ഫുൾ നെൽപ്പാടങ്ങളാണ് കേട്ടോ. അപ്പർ സൈഡിൽ ഇപ്പർ സൈഡിൽ തന്നെ നോക്കി ഫുള്ള് അവിടെയും ഇതുണ്ട് ഇവിടെയും. അത് തന്നെ അടിപൊളി കാഴ്ച. നല്ല റൂട്ടാട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട. സിംഗിൾ ലൈൻ ആയതുകൊണ്ടേ നല്ല ഭംഗിയുണ്ട് കാണാൻ. തനി ഗ്രാമപ്രദേശം പോലെ തന്നെ. നമുക്ക് കടലൂർ പോർട്ട് എത്തേണ്ട സമയം 8:40 അതിന് മുമ്പ് എത്തും എങ്ങനെ പോയാലും. ഇപ്പോൾ 7:56 ആയതേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് എന്തായാലും എത്തും. കൊള്ളാം. ഇപ്പം ആരുമില്ല. ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടിയിൽ ട്രിച്ച് വരാണ് മെയിൻ ആൾക്കാരുള്ളത്. ട്രിച്ച് ആയപ്പോൾ വണ്ടി ഏകദേശം പകുതി കാലിയായി. പിന്നെ കുംഭകോണം ആയപ്പോൾ ആൾക്കാർ ഇറങ്ങി, ചിദംബരം ആയപ്പം എല്ലാവരും ഇറങ്ങി. അപ്പോൾ ഇത്രയും ഈ ഒരു 3 സ്റ്റേഷൻസിലാണ് മെയിനായിട്ട് ആൾക്കാർ ഇറങ്ങുന്നത് ഈ വണ്ടിക്ക് കയറിയാൽ. ഈയിടെയാണ് അതിൽ നിന്നാണെന്ന് കേട്ടില്ല, ഈയിടെയാണ് ഈ മയിലാടുതുറയിൽ നിന്ന് ഇപ്പോൾ കടലൂരിലേക്ക് ഈ ഒരു വണ്ടി ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ റോഡിൻ്റെ ഒരു WP1 ലോക്കോ ആയിട്ട് വരുന്നത് വില്ലുപുരം അല്ലെങ്കിൽ വിഴുപുരം എന്നാണ് ശരിക്കും പറഞ്ഞത് കേട്ടോ. വിഴുപുരം മയിലാടുതുറ പാസഞ്ചറാണ് ഈ വരുന്നത്. അപ്പോൾ ഈ ഒരു പാസഞ്ചറിന് ഇവിടെ സ്റ്റോപ്പുണ്ട്. പാസഞ്ചറിന് പിന്നെ സ്റ്റോപ്പിലായിരിക്കത്തില്ലല്ലോ, കാരണം എല്ലായിടത്തും സ്റ്റോപ്പുള്ളതല്ല പാസഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് അവിടെ നിർത്തി നമ്മളിപ്പോൾ എടുത്തുകൊണ്ട് പോകും. നമ്മൾ അങ്ങോട്ട് പോകുന്ന ഡയറക്ഷനിൽ ഒരു വണ്ടി കൂടി ഇങ്ങോട്ട് വരാറുണ്ട്. പക്ഷേ അത് ആര് നമ്മളെ പിടിക്കുക അതിനെ പിടിക്കുമെന്ന് അറിയത്തില്ല. ആ വണ്ടി കാരയ്ക്കൽ SMVP ബംഗളൂരു എക്സ്പ്രസ് ആണ്. ഞാൻ ഈ പറഞ്ഞ വണ്ടി പണ്ട് പാസഞ്ചർ ആയിരുന്നു. ഈ രാവിലെ 4:50 കാരയ്ക്കൽ എടുത്തിട്ട് രാത്രി 10 മണിക്ക് നിർത്തത്തില്ല, അതിൽ ലേറ്റ് ആവും. രാത്രി ബംഗളൂരു എത്തുന്ന എല്ലായിടത്തും നിർത്തി പോകുന്ന ഒരു പാസഞ്ചർ പോലത്തെ ഒരു എക്സ്പ്രസ്. നേരത്തെ പാസഞ്ചർ ആയിരുന്നു അത്. നേരത്തെ പാസഞ്ചർ ആയിട്ട് ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് എക്സ്പ്രസ്സാണ്. മീൻസ് എല്ലാം ജനറൽ കോച്ചാണ്. എല്ലായിടത്തും നിർത്തിയാണ് പോകുന്നത്. ഇവിടെ നമ്മൾ വന്ന വഴിക്ക് ആ വണ്ടിയിൽ പോകുന്നത് അറിയാമോ, മറ്റേ മൊസൂര് വഴിയാണ് പോകുന്നത്. ആ വണ്ടിയൊക്കെ കയറി ഒന്ന് പോണേ. എൻ്റെ ദൈവമേ വെറുത്തു പോകും. ഒന്ന് പോകണ്ടായിരുന്നു സാർ പറഞ്ഞപ്പോഴാണ് ഓർത്തെ. കാരയ്ക്കൽ ബംഗളൂരു എക്സ്പ്രസ് നേരത്തെ പാസഞ്ചർ ആയിരുന്ന വണ്ടി. കടലൂർ പോർട്ട് ജംഗ്ഷൻ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൈസൂരു കടലൂർ പോർട്ടിൻ്റെ ഡെസ്റ്റിനേഷനാണിത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ അവസാനിക്കും. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഇത് കാക്കിനാട പോർട്ട് പോലാണോ അതോ അതിലും വലിയ സ്റ്റേഷനാണോ എന്ന് നമുക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ്, നോക്കാം. കോച്ച് പുറത്തൂടെ ഒരു സുഖവും ഇല്ലെങ്കിലും അകത്ത് കൊള്ളാം കേട്ടോ. നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയുടെ പറയുന്നത് ഇന്നിപ്പം യാത്രക്കാർ വൃത്തികേടാക്കിയിട്ടാണ് അത്. അവിടെ തുടങ്ങാതെ നല്ല വൃത്തിയായിട്ടായിരുന്നു ആണല്ലോ, നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റേഷനിലേക്ക് കയറുക. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കടലൂർ പോർട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇത് മറ്റേ കാക്കിനട പോർട്ട് പോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. സാധാരണ ഒരു സ്റ്റേഷൻ. ഇവിടെ ഏതൊരു വണ്ടി കിടപ്പുണ്ടല്ലോ, വിജയവാഡയുടെ WP7 ഇത് ചെയ്ത വണ്ടി. ഇത് വണ്ടിയാണോ? ഇത് മറ്റേ ഇൻസ്പെക്ഷൻ സംഭവം കേട്ടോ. ഇൻസ്പെക്ഷൻ കാറാ. എന്തെങ്കിലും സ്പീഡ് ട്രയലോ ഇൻസ്പെക്ഷനോ ഇവിടെ നടക്കുന്നുണ്ടാവും. അതാണ് സംഭവം. ഒരു 3 ടയർ ജനറേറ്റർ കാറും പുറയിലുണ്ട്. ഇൻസ്പെക്ഷൻ കാർ, ട്രാക്ക് റെക്കോർഡിംഗ് കാർ. ഇതാണ് കടലൂർ പോർട്ട്. ഞാൻ വെച്ച് നല്ല വലിയ സ്റ്റേഷനായിരിക്കും. ഇവിടെ നിറച്ച ആൾക്കാരുണ്ട്. ജനറലിന് വന്ന് ഇറങ്ങുന്നുണ്ട് അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ. രാവിലത്തെ സമയമില്ലേ. അപ്പോൾ ഇതാണ് കടലൂർ പോർട്ട് റെയിൽവേ സ്റ്റേഷൻ. ജംഗ്ഷനാണ്, ജംഗ്ഷൻ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വന്ന് കറക്റ്റ് എത്ര സമയം 8:28 വന്ന് കയറി. നേരത്തെ 8:40 ടൈം. അതിന് മുന്നേ കയറി. ഇതിൻ്റെ ലോക്കോ നോക്കിയില്ലായിരുന്നു. ലോക്കോ നോക്കട്ടെ, ഏത് ലോക്കോ ആണെന്ന് നോക്കട്ടെ. കടലൂർ പോർട്ട് ജംഗ്ഷൻ്റെ ബോർഡ് കണ്ടോ? കടലൂർ പോർട്ട് ജംഗ്ഷൻ. കടലൂർ എന്നാണ് പറയുന്നത് കേട്ടോ. കട്ട്ലൂർ എന്നും പറയും, കടലൂർ എന്നും പറയും, കൂടല്ലൂർ എന്ന് പറയത്തില്ല. ചിലർ തെറ്റായിട്ട് കൂടല്ലൂർ എന്ന് പറയും. കടലൂർ എന്നാണ് ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ. ഇവർ നമ്മുടെ ലോക്കോ മാറ്റിയായിരുന്നു. ഈ റോഡ് എന്നാണോ ട്രിച്ചി എന്നാണോ എന്ന് അറിയത്തില്ല. ഈ റോഡിൻ്റെ ഒരു WP7 ആണ് നമ്മൾ ഇവിടെ കടലൂർ പോർട്ട് വരെ എത്തിച്ചത്. 37,180 ലോക്കോയുടെ നമ്പർ. ഇത് സെയിം ആസ് ലൈക്ക് കാക്കിനട പോർട്ട്. ഒരു വ്യത്യാസവും ഇല്ല. സ്റ്റേഷനൊക്കെ ഒരു അങ്ങനെ അത്ര വലിയ ഇതൊന്നുമില്ല.
നോർമൽ ഒരു സ്റ്റേഷൻ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ എൻട്രൻസിനോട് പോയി നോക്കുമ്പോൾ അറിയാം ഇവിടെ ഒരു FOB ഒക്കെ ഉണ്ട്. FOB കയറിയത് നമ്മൾ എനിക്ക് ഒന്ന് 3-ലാണ് വന്ന് കയറി. 3-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ കടലൂർ പോർട്ട് വന്ന് കയറിയത്. ഇതൊരു പഴയ സ്റ്റേഷനാണ് കേട്ടോ, നല്ല പഴക്കമുണ്ട്. ഈ സ്റ്റേഷൻ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നമ്മളിവിടെ മെയിൻ എൻട്രൻസിന് ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ മൈസൂർ എക്സ്പ്രസിൻ്റെ ലോക്കോ അവിടെ ഡിറ്റാച്ച് ചെയ്ത് ഇനി ഫ്രണ്ടിൽ കൊണ്ട് പിടിപ്പിക്കാൻ വേണ്ട. വൈകിട്ടാണ് ഈ വണ്ടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത് മൈസൂർക്ക്. അപ്പോൾ ഈ കടലൂർ പോർട്ട് വഴി പോകുന്ന വണ്ടികളുടെ ടൈമിങ്സ് ഒക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഇത് ചെന്നൈയിൽ നിന്ന് ട്രിച്ചിക്ക് പോകുന്ന ഒരു വേറെ ലൈനാണ്, 2 ലൈനുണ്ട്. അപ്പോൾ ഈ വഴി പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ബനാറസ്, കന്യാകുമാരി, കാശി തമിഴ് സംഗമം എക്സ്പ്രസ് ഉണ്ടല്ലോ, ആ വണ്ടിയൊക്കെ ഈ ഒരു സ്റ്റേഷൻ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് കടലൂർ പോർട്ട് ജംഗ്ഷൻ്റെ മെയിൻ കെട്ടിടം. കണ്ടോ, ചെറിയൊരു കെട്ടിടമാണ്, ഇത്ര വലിയ കെട്ടിടമൊന്നുമല്ല, പഴയ ഒരു സ്റ്റേഷനാണ്. കടലൂർ പോർട്ട് ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ECR റോഡെന്ന് പറയും, അതായത് ഈസ്റ്റ് കോസ്റ്റ് റോഡെന്ന് പറയും. നാഷണൽ ഹൈവേ 32 ചെന്നൈയിൽ നിന്ന് തൂത്തുക്കുടി പോകുന്ന ഒരു കോസ്റ്റൽ ഹൈവേ ആണ് നിങ്ങൾ കാണുന്നത്. EC റോഡെന്ന് പറയും, ഈസ്റ്റ് കോസ്റ്റ് റോഡ്. ഭയങ്കര ഫേമസ് റോഡാണ് ഈ ഒരു തമിഴ്നാട്ടിൽ. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഈ കടലൂർ പോർട്ട് ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നത്. അതായത് തമിഴ്നാടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ട് കോസ്റ്റിൽ കൂടെ പോകുന്ന ഒരു റോഡാണ്, ഹൈവേ ആണ് ഈ ഒരു റോഡ്. ഞാൻ സീറ്ററിനൊക്കെ പണ്ട് തമിഴ്നാട് റോഡ് ട്രിപ്പ് പഠിച്ചപ്പോൾ ഈ റോഡിൽ കൂടെ ഫുള്ള് പോയിട്ടുണ്ട്. നല്ല രസമാണ് ഈ റോഡിൽ കൂടെ പോകാൻ വേണ്ടി. ഈ കടലൂർ അത്യാവശ്യം നല്ല വലിയൊരു ടൗൺ ആണ്, അത്യാവശ്യം നല്ല വലിയ ടൗൺ, കോസ്റ്റൽ ടൗൺ ആണ് തമിഴ്നാട്ടിലെ. രാവിലെ ചായ കുടിച്ചില്ല, ഇഡലി മാത്രമല്ലേ കഴിച്ചുള്ളൂ. അപ്പോൾ ഇവിടെ രാവിലെ ഇവിടെ ഒരു ബേക്കറി വന്ന് ചായ കുടിക്കാൻ വെച്ചു. നല്ല അടിപൊളി ചായയുടെ സെറ്റപ്പൊക്കെ കണ്ടോ, കൊള്ളാമല്ലേ. ഞാൻ നമ്മളവിടുത്തെ ചായയുടെ കുറ്റം പറയാം, എനിക്ക് നമ്മളവിടുത്തെ ചായ ഇഷ്ടമല്ല. കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ചായ കിട്ടും, പക്ഷേ ചില ഈ ചായക്കടയൊക്കെ പോകുമ്പോൾ വാട്ട ചായ ഭയങ്കര ഒരു ടേസ്റ്റില്ലാത്ത ചായയാണ്. പക്ഷേ ഈ വഴി തമിഴ്നാട്ടിലൊക്കെ വന്ന് ഏതെങ്കിലും കടയൊക്കെ ചായ കുടിച്ച് നല്ല കടുപ്പാണ്, നല്ല സ്ട്രോങ് ചായയാണ്. നമ്മുടെ പാലും വെള്ളം അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഞാൻ കുറ്റം പറയുമല്ല. അപ്പോൾ നമ്മൾ മൈസൂരിൽ നിന്നും കടലൂർ പോർട്ടിലേക്ക് വന്ന് ഈ ഒരു മൈസൂർ കടലൂർ പോർട്ട് എക്സ്പ്രസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് കടലൂർ പോർട്ടിൽ നിന്ന് മയിലാടുതുറയ്ക്ക് ചോളൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. നമ്മൾ അതിന് ദിവസം വൈകി എക്സ്പ്രസ് കയറിയായിരുന്നല്ലോ, അതുപോലത്തെ ഇവിടുന്ന് ഇവിടുത്തെ ഒരു ഫേമസ് വണ്ടിയാണ് ചോളൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അപ്പോൾ അതിലാണ് നമ്മുടെ അടുത്ത യാത്ര. അപ്പോൾ അതിന് കയറി നമ്മൾ മയിലാടുതുറയിൽ പോയിട്ട് അടുത്ത ട്രെയിൻ മയിലാടുതുറൈ കോയമ്പത്തൂർ ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. ഈയിടെ LSP ആയ ഒരു ജനശതാബ്ദിയാണ് കേട്ടോ, മയിലാടുതുറൈ കോയമ്പത്തൂർ ജനശതാബ്ദി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചോളൻ എക്സ്പ്രസിന് കയറി ആദ്യം മയിലാടുതുറയിൽ പോകും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ചോളൻ എക്സ്പ്രസിൻ്റെ ബൈ ഫ്രം കടലൂർ പോർട്ട്.